പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. ഈ വേളയിലൊക്കെ നമുക്ക് ആശ്വാസം പകരുന്നതാണ് ദൈവവചനം. ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ മനുഷ്യജീവിതത്തിൽ നടന്നാൽ ആ മനുഷ്യജീവിതം വലിയ വിജയമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം നടക്കുക, ദൈവം തരുന്ന സമാധാനത്തിൽ നാം ജീവിക്കുക, ദൈവഹിതപ്രകാരം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, ഇതൊക്കെ വലിയ കാര്യമാണ്. ഏതവസ്ഥയിലും നമ്മോട് സംസാരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം ഹൃദയസ്ഥമാക്കുകയും അത് ഹൃദയത്തിൽ നിന്ന് വീണ്ടും എടുത്ത് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നു. നമ്മുടെ ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം താഴ്ചകളെ ഉയർച്ചയാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ വലിയവനാക്കുന്ന ദൈവമാണ്. ഇങ്ങനെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ അനവധി കാര്യങ്ങളുണ്ട്. ദൈവം നാം മഹത്വം എടുക്കട്ടെ. ഒരിക്കലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെ അറിയുന്ന, ദൈവസ്നേഹത്തിൽ നിറയുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം ദൈവം അറിഞ്ഞിട്ടുള്ളതാണ്. തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്തായി കളയും. ഒരുപക്ഷെ നിങ്ങൾ ഭയമുള്ള വ്യക്തിയാണോ? നിങ്ങളുടെ ഭയത്തെ പുറത്താക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ കഴിയും. അതിർവരമ്പുകളില്ലാത്ത സ്നേഹം നമുക്ക് നൽകാൻ ദൈവത്തിന് കഴിയും. ദൈവസ്നേഹമാണ്. സ്നേഹമാണ് യേശുവിൻ്റെ മാർഗം. സത്യമാണ് യേശുവിൻ്റെ വഴി. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ നമുക്ക് ലഭ്യമാകുന്ന സമയം നാം വിനിയോഗിക്കുക എത്ര വേണ്ടത്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നിരവധി സുന്ദരമായ നിമിഷങ്ങളെ താലോലിക്കുകയും ദൈവഹിതപ്രകാരം നാം ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഏറ്റവും വലിയ ഉയർച്ചയുടെ മണ്ഡലമായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ദൈവം തരുന്ന ഈ ആയുസ് ദൈവഹിതപ്രകാരം ജീവിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം.